everyone, welcome to Disha Academy. Disha Academyയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 120 ഗ്രാമർ റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മളൊരു 18 ഗ്രാമർ റൂൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് 19th റൂൾ മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് വേഗം നെക്സ്റ്റ് റൂളിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ നമ്പർ 19 ആണ്. റൂൾ നമ്പർ 19 എന്ന് വെച്ചാൽ യൂസ് ഓഫ് ടു മച്ച് ആൻഡ് മച്ച് ടു. യൂസ് ഓഫ് ടു മച്ച് ആൻഡ് മച്ച് ടു. ടു മച്ചും മച്ച് ടൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വി യൂസ് ടു മച്ച് ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ. വി യൂസ് മച്ച് ടു ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ ആണ്. ഓക്കെ, വി യൂസ് മച്ച് ടു ബിഫോർ ആൻ അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ്. നോക്കുക, വി യൂസ് ടു മച്ച് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ. ഒരു പ്രോനൗണിൻ്റെ നൗണിൻ്റെ മുന്നിലാണ് നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യാറ്? ഒരു ടു മച്ച് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് മച്ച് ടൂവും ടു മച്ചും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു മച്ച് ഉപയോഗിക്കുന്നത് നൗണിൻ്റെ പ്രോനൗണിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ ടു മച്ച് ഉപയോഗിക്കേണ്ടതെങ്കിൽ, മച്ച് ടു ഉപയോഗിക്കേണ്ടത് ഒരു അഡ്ജക്റ്റീവിൻ്റെ ആഡ്വർബിൻ്റെ മുന്നിലാണ് നമ്മൾ മച്ച് ടു യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു മച്ച് ആൻഡ് മച്ച് ടു? രണ്ടും ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ക്വാണ്ടിറ്റി, അല്ലേ? മച്ച് ടു അല്ലെങ്കിൽ ടു മച്ച്, ഒത്തിരി എന്നുള്ള ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒത്തിരി വലുത്, ഒത്തിരി എന്നൊക്കെയുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ടു മച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ടു മച്ചും മച്ച് ടു നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൗണിൻ്റെ മുന്നിലാണ് നമ്മൾ ടു മച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ മച്ച് ടുവിനെ യൂസ് ചെയ്യുന്നത് ഒരു അഡ്ജക്റ്റീവിൻ്റെ മുന്നിലാണ്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് മച്ച് ടു സ്ട്രോങ്. അപ്പോൾ ഹീ സ്ട്രോങ് എന്ന് പറയുന്ന വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്ന വേർഡാണ്? ഹീയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്, അല്ലേ? അപ്പോൾ ഈ സ്ട്രോങ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഒരു പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേര് നമ്മൾ അഡ്ജക്റ്റീവ് എന്നല്ലേ? അപ്പോൾ ഇതൊരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നേ നമ്മൾ എന്താ യൂസ് ചെയ്യാവുള്ളൂ? മച്ച് ടൂവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദെയർ ഈസ് ടു മച്ച് ഷുഗർ. ഷുഗർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. നൗണിന് മുന്നേ നമ്മൾ എന്താണ്? മച്ച് ടു ആണ്, ടു മച്ച് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു മച്ച്. ദെയർ ഈസ് ടു മച്ച് ഷുഗർ. അല്ലെങ്കിൽ ഐ ഡ്രാങ്ക് ടു മച്ച് കോഫി. കോഫി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു നൗണാണ്. അതുകൊണ്ട് നൗണിന് മുന്നേ നമ്മൾ എന്താന്ന് യൂസ് ചെയ്യുന്നത്? ടു മച്ച് ഉപയോഗിച്ചു. ദിസ് കാർ ഈസ് മച്ച് ടു എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഇവിടെ ഈ കാറിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ്. കാർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ എല്ലാം വിളിക്കുന്നത് അഡ്ജക്റ്റീവ് എന്നാണ്. അപ്പോൾ അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നേ വരുന്നതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന നൗണിനെ തൊട്ട് മുന്നേ നമ്മളെല്ലാം ടു മച്ചും അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നേ എല്ലാം മച്ച് ടൂം യൂസ് ചെയ്യുക. അപ്പോൾ ടു മച്ച് മച്ച് ടു തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ടു മച്ച് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ആൻഡ് മച്ച് ടു ഈസ് യൂസ്ഡ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് മച്ച് ടൂവും ടു മച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു മച്ച് എന്ന് പറയുന്നത് നൗണിന് തൊട്ട് മുന്നേ ഉപയോഗിക്കുക. മച്ച് ടൂവിനെ നമ്മൾ എന്താ പറയുക, അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ പറയാറുണ്ട് ദിസ് ഡ്രസ് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് അർത്ഥത്തിൽ ദിസ് ഡ്രസ് ഈസ് ടു മച്ച് എക്സ്പെൻസീവ് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്, അല്ലേ? അപ്പം ദിസ് ഡ്രസ് ഈസ് ടു മച്ച് എക്സ്പെൻസീവ്. ഇത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദിസ് ഡ്രസ് ഈസ് ടു മച്ച് എക്സ്പെൻസീവ്. ഇത് ശരിയാണോ തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, തെറ്റാണ്. അപ്പോൾ ഈ ഡ്രസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് എക്സ്പെൻസീവ്. അപ്പോൾ എക്സ്പെൻസീവ് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ടു മച്ച് ഉപയോഗിക്കത്തില്ല, മച്ച് ടു ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ആൻസർ അങ്ങനെ വരും. ദിസ് ഡ്രസ് ഈസ് മച്ച് ടു എക്സ്പെൻസീവ്. ദിസ് ഡ്രസ് ഈസ് മച്ച് ടു എക്സ്പെൻസീവ് എന്ന് വരും. അപ്പോൾ എന്താണ് ഡിഫറൻസ്? സിമ്പിൾ ഡിഫറൻസ് ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു സിമ്പിളാണ്. അപ്പോൾ ടു മച്ചിനെ നൗണിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിക്കുക, മച്ച് ടൂവിനെ അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിക്കുക. ഇതേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു മച്ച് ആൻഡ് മച്ച് ടു? ടു മച്ച് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ആൻഡ് മച്ച് ടു ഈസ് യൂസ്ഡ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ്. ഓക്കെ ആണല്ലോ ഇത്? അപ്പോൾ നോക്കുക, യൂസ് ഓഫ് ടു മച്ച് ആൻഡ് മച്ച് ടു. വി യൂസ് ടു മച്ച് ബിഫോർ എ നൗൺ. ഒരു നൗണിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിക്കണം ടു മച്ച് എങ്കിൽ, അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിക്കണം മച്ച് ടൂവിനെ. ഓക്കെയാണ്? അതായത് സ്ട്രോങ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ മച്ച് ടു ഉപയോഗിച്ചു. ഷുഗർ എന്ന് പറയുന്നത് നൗൺ ആയതുകൊണ്ട് നമ്മളിവിടെ ടു മച്ച് ഉപയോഗിച്ചു. കോഫി എന്ന് പറയുന്നത് നൗൺ ആയതുകൊണ്ട് ടു മച്ച് ഉപയോഗിച്ചു. എക്സ്പെൻസീവ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ മച്ച് ടു ഉപയോഗിച്ചു. അതായത് നൗണിൻ്റെ തൊട്ട് മുന്നേ ടു മച്ചും അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ മച്ച് ടൂവും ഉപയോഗിക്കുക. ഇതാണ് ടു മച്ചും മച്ച് ടൂവും തമ്മിലുള്ള ഡിഫറൻസ്.
അടുത്തത് യൂസ് ഓഫ് ദ പ്ലസ് അഡ്ജക്റ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. യൂസ് ഓഫ് ദ പ്ലസ് അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ വേർഡ് ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ വേർഡ് ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ എ നൗൺ ഓർ എ പ്രോനൗൺ. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. എപ്പോഴെങ്കിലും നമ്മളൊരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ഒരു ദ എന്ന് പറയുന്ന ഒരു വേർഡ്, അപ്പോൾ പുവർ, ഹീ ഈസ് എ പുവർ മാൻ എന്ന് പറയുമ്പോൾ ഹീ ഈസ് എ പുവർ മാൻ, ഇതിനകത്ത് ഈ മാൻ എന്ന് പറയുന്ന വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് പുവർ. അപ്പോൾ പുവർ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, പുവർ എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവാണ്. ഈ പുവർ എന്ന് പറയുന്ന വേർഡിനെ മാത്രം എടുത്തിട്ട് അതിന് മുന്നേ ഒരു ദ ചേർത്തു. അപ്പോൾ എന്താ വന്നു? ദ പുവർ എന്ന് വന്നു. എന്താ വന്നു? ദ പുവർ എന്ന് വന്നു. ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ നൗൺ കാണത്തില്ല, ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. എന്താണ്? ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ഈ മലയാളത്തിൽ പറയത്തില്ലേ പാവപ്പെട്ടവർ എന്ന് പറയത്തില്ലേ പിള്ളേരെ? പാവപ്പെട്ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലൂറൽ വേർഡാണോ അതോ സിംഗുലർ വേർഡാണോ? പാവപ്പെട്ടവർ എന്ന് വെച്ചാൽ ഒരാളാണോ? ഒന്നിൽ കൂടുതലുണ്ടോ? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. പാവപ്പെട്ട ജനങ്ങൾ എന്നല്ല അർത്ഥം. പണക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ചേർത്താണ് നമ്മൾ ഈ പണക്കാരെന്ന് പറയുന്നത്, അല്ലയോ? ദരിദ്രരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദരിദ്രരെന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ നൗണൊന്നും കാണത്തില്ല, അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന വേർഡ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ പുവർ, അപ്പോൾ ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ദ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന അർത്ഥം. അപ്പോൾ ദ പുവറിൻ്റെ അർത്ഥം എന്താണ്? പുവർ പീപ്പിൾ എന്നാണ്. പുവർ, ദ പുവർ മീൻസ് പുവർ പീപ്പിൾ. ദ റിച്ച്, ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ, ഏതൊരു അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ കേട്ടോ, ഏതൊരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദ ചേർത്താലും അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദ റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് പീപ്പിൾ എന്നാണ് അർത്ഥം. അപ്പോൾ ദ ബ്രേവ് ചോദിച്ചിട്ടുള്ളതാണ്. ദ ബ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രേവ് പീപ്പിൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഏതൊരു അഡ്ജക്റ്റീവിൻ്റെ കൂടെയും ദ ചേർത്താൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. നോക്കിക്കേ, വെനെവർ ദ ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഹോൾ ഗ്രൂപ്പ്. അപ്പം എപ്പോഴെങ്കിലും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒരു അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഹോൾ ഗ്രൂപ്പ്. അതായത് ദ പുവർ മീൻസ് പുവർ പീപ്പിൾ എന്നാണ് അർത്ഥം. ദ നീഡി മീൻസ് നീഡി പീപ്പിൾ എന്നാണ് അർത്ഥം. ദ ബ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേവ് പീപ്പിൾ എന്നർത്ഥം. ദ റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് പീപ്പിൾ എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മൾ ഇതെന്തിനാണ് അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇതിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം എന്നർത്ഥം. കാരണം ഇതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന അർത്ഥം. ഞാൻ കൂട്ടം എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലൂറൽ വേർഡ് അല്ലേ? കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ വൺ ഇല്ലേ? അതായത് ഇങ്ങനെയുള്ള വേർഡുകൾ സബ്ജക്റ്റായിട്ട് വന്നാൽ ഇതാണ്. നോക്കിയേ, ദ ഓണസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. സബ്ജക്റ്റിൻ്റെ പ്ലേസിൽ ദ ഓണസ്റ്റ്. ദ ഓണസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റ് പീപ്പിൾ എന്നാണ് അല്ലേ? അപ്പോൾ ദ ഓണസ്റ്റ് മീൻസ് ഓണസ്റ്റ് പീപ്പിൾ. ഓണസ്റ്റ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലൂറൽ വേർഡാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ആറ് യൂസ് ചെയ്തു. ഇവിടെ ആറ് യൂസ് ചെയ്തു. ദ പുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുവർ പീപ്പിൾ എന്നാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? ആറ് യൂസ് ചെയ്തു. അപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് അഡ്ജക്റ്റീവ്? നൗണിനെ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അതായത് അതൊരു സബ്ജക്റ്റായിട്ട് വന്നാൽ അതിന് ശേഷം യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ വെർബായിരിക്കണം. അപ്പോൾ ദ പുവർ ഈസ് ആണ് ആറാണെന്ന് വെച്ചാൽ ആറാണ്. ദ പുവർ വാസ് ആണ് വെയർ ആണെന്ന് വെച്ചാൽ വെയർ ആണ്. ദ പുവർ ഹാസ് ആണ് ഹാവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് ആണ്. ഓക്കെ ആണല്ലോ? ഏതായാലും പ്ലൂറലായിട്ടുള്ള വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു പ്ലൂറലായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടു മച്ച് ആൻഡ് മച്ച് ടു? എന്താണ് ടു മച്ചും മച്ച് ടു നമ്മുടെ ഡിഫറൻസ് എന്താണ്? ടു മച്ച് ഉപയോഗിക്കുന്നത് നൗണിൻ്റെ തൊട്ട് മുന്നേയും മച്ച് ടു ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേയാണ്. എന്താണ് ടു മച്ചും മച്ച് ടു നമ്മുടെ ഡിഫറൻസ്? ടു മച്ച് ഉപയോഗിക്കുന്നത് നൗണിൻ്റെ തൊട്ട് മുന്നേയും മച്ച് ടു ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നെയാണ്. എന്താണ് അഡ്ജക്റ്റീവ്? നൗണിനെ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഓക്കെ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്ക്.
ആൻറ്റിസിഡൻറ്റ് റൂള്. അതായത് ദ നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ റിലേറ്റീവ് പ്രോനൗൺ ഈസ് കോൾഡ് ആൻറ്റിസിഡൻറ്റ്. എന്താണ് ആൻറ്റിസിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രോനൗണ് തൊട്ട് മുന്നേ വരുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ, അതായത് ഹൂ ഹും എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന നൗണിനെയോ പ്രോനൗണിനെയോ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. അതായത് റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഹൂ ആൻഡ് ഹും, അതിന് തൊട്ട് മുന്നേ വരുന്ന നൗണിനെയോ പ്രോനൗണിനെയോ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ്. ഹൂ എന്ന് പറയുന്നത് ഹും എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഓക്കെ, ഹൂ ആൻഡ് ഹും എന്താണെന്ന് റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. അപ്പോൾ ആ റിലേറ്റീവ് പ്രോനൗൺസിന് തൊട്ട് മുന്നേ വരുന്ന നൗണിനെയോ പ്രോനൗണിനെയോ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. ഒന്ന് നോക്കിക്കേ, റാം മെറ്റ് ഹിം ഹൂ ദേ സേ ഹാസ് ഹെൽപ്ഡ് അസ്. ഇവിടെ ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്നത് ആരുണ്ട്? ഹിം ഉണ്ട് അല്ലേ. ഹിം എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. അതായത് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഇവിടെ നിൽക്കുന്നു. ആ റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ നിൽക്കുന്ന ഹിം ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ്. ദ നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ എ റിലേറ്റീവ് പ്രോനൗൺ ഈസ് കോൾഡ് ആൻറ്റിസിഡൻറ്റ്. അതായത് റിലേറ്റീവ് പ്രോനൗൺ ഹൂവിൻ്റെയോ ഹുമ്മിൻ്റെയോ തൊട്ട് മുന്നേ വരുന്ന നൗണിനെയോ പ്രോനൗണിനെയോ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ദിസ് കേസ് ഹിം ഈസ് ആസ് ആൻ ആൻറ്റിസിഡൻറ്റ്. ഈ കേസിൽ ഹിം ആണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ്. കണ്ടോ, ഹിം ആണ് ആൻറ്റിസിഡൻറ്റ്. അപ്പോൾ എന്താണ്? ഒരു നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് കംസ് ബിഫോർ എ റിലേറ്റീവ് പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന നൗണിനെയോ പ്രോനൗണിനെയോ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. നൗണും ആവാം പ്രോനൗണും ആവാം. എന്തിനു മുമ്പേ വരണം? ഒരു ഹൂ എന്ന് പറയുന്നത് ഹും എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരണം. ഓക്കെ, അങ്ങനെയുള്ള നൗണിനെ പ്രോനൗണിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത് ആൻറ്റിസിഡൻറ്റ്. ഹീ സോ ഹെർ ഹും എവരി വൺ അഡ്മയേഴ്സ്. ഇവിടെ ഹും എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ വന്നു, അതിന് തൊട്ട് മുന്നേ ഹെർ എന്ന് പറയുന്ന പ്രോനൗൺ വന്നു. അപ്പോൾ ഈ കേസിൽ ഹെർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ്. ഇൻ ദിസ് കേസ് ഹെർ ഈസ് ആൻ ആൻറ്റിസിഡൻറ്റ്. ഈ കേസിൽ എന്താണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്? ഹെർ ആണ്. അതായത് ഹും എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ ഹെർ എന്ന് പറയുന്ന പ്രോനൗൺ വന്നു. അപ്പോൾ ഹെർ എന്ന് പറയുന്നത് ഈ കേസിൽ ആൻറ്റിസിഡൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം വെൻ ദർ ഈസ് നോ ആൻറ്റിസിഡൻറ്റ് ഇൻ എ സെൻറ്റൻസ്. അതായത് ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത കേസുകൾ, അതായത് റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ പ്രോനൗൺ ആയിട്ട് ഹൂവോ അല്ല ഹിമ്മോ ഹെർ എന്ന് പോലുള്ള മീ എന്നോ അസെന്നോ യു എന്നോ പോലുള്ള പ്രോനൗൺ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ, അതായത് ഒരു നൗണോ ഒരു പ്രോനൗണോ ഒന്നും ഇല്ല എന്നുള്ളതെങ്കിൽ, നൗണും ഇല്ല പ്രോനൗണും ഇല്ല എന്ന സാഹചര്യത്തിൽ നമ്മൾ ഹൂ ആണ് വരുന്നതെങ്കിൽ ഹൂ എവർ എന്ന് യൂസ് ചെയ്യണം. ഹൂ എവർ എന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹും എവർ എന്ന് യൂസ് ചെയ്യുക. ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ, ആൻറ്റിസിഡൻറ്റ് മീൻസ് നൗൺ ഓർ പ്രോനൗൺ ഒന്നും ഇല്ല എങ്കിൽ ഹൂവിന് പകരം ഹൂ എവർ എന്ന് യൂസ് ചെയ്യുക. ഹും ആണെന്നുണ്ടെങ്കിൽ ഹും എവർ എന്ന് യൂസ് ചെയ്യുക. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് ആൻറ്റിസിഡൻറ്റ് റൂൾ എന്ന് പറയുന്നത്. എന്താണ് ആൻറ്റിസിഡൻറ്റ് മീൻസ് നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ എ റിലേറ്റീവ് പ്രോനൗൺ ഈസ് കോൾഡ് ആൻറ്റിസിഡൻറ്റ്. അതായത് റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന നൗൺ ഓർ പ്രോനൗണിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. അല്ലേ, നൗൺ ഓർ പ്രോനൗൺ ആൻറ്റിസിഡൻറ്റ് എന്ന് വിളിക്കുന്നു. ഇനി ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലേ. ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത സാഹചര്യം, അതായത് നൗൺ ഓർ പ്രോനൗണ് റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഹൂ വരുവാണെന്നുണ്ടെങ്കിൽ ഹൂ എവർ എന്ന് ഉപയോഗിക്കുക. ഹും ആണ് വരുന്നതെങ്കിൽ അതിന് പകരം ഹും എവർ എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ആൻറ്റിസിഡൻറ്റ് റൂൾ. നോക്കിക്കേ, റാം മെറ്റ് ഹൂ എവർ ദേ ഹാവ് ഹെൽപ്ഡ് അസ്. ഇതാണ്ട് റാം മെറ്റ് ഹും ദേ സേ ഹാസ് ഹെൽപ്ഡ് അസ് എന്ന് വന്നില്ലേ. അപ്പോൾ ഇവിടെ രാം മെറ്റ് ഹിം എന്ന് പറയുന്ന ഇവിടെ ആൻറ്റിസിഡൻറ്റ് ഹിം ഇല്ല, ഇവിടെ ഇല്ല ഹിം. കണ്ടോ, അതിന് പകരം അവിടെ ഹിം ഇല്ലാത്തത് കൊണ്ട് അവർ ഹൂ എവർ എന്ന് യൂസ് ചെയ്തു. നോ ആൻറ്റിസിഡൻറ്റ് ഇൻ ദിസ് സെൻറ്റൻസ്. അതേപോലെ ഹീ സോ ഹിം എന്ന് പറഞ്ഞ് ഇവിടെ ഹെർ എന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെ അന്നേരം ഹെർ ഇല്ല, ഹെർ ഇവിടെ മിസ്സിങ് ആണ്. അതിന് പകരം അവരെന്ത് ചെയ്തു? ഹും എവർ എന്ന് യൂസ് ചെയ്തു. ഹും എവർ എവരി വൺ അഡ്മയേഴ്സ് എന്ന് യൂസ് ചെയ്തു. അപ്പം ആൻറ്റിസിഡൻറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൂവിനെ നിങ്ങൾ ഹൂ എവർ നാക്കുക. ആൻറ്റിസിഡൻറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹുമ്മിനെ നിങ്ങൾ ഹും എവർ നാക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ആൻറ്റിസിഡൻറ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റിസിഡൻറ്റ്? അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ, നോട്ട് അഡ്ജക്റ്റീവ്, റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന നൗൺ ഓർ പ്രോനൗണിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഹൂവിനെ ഹൂ എവർ നാക്കുക, ഹുമ്മിനെ നിങ്ങൾ ഹും എവർ നാക്കുക. ഇതാണ് ആൻറ്റിസിഡൻറ്റ് റൂള്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു മച്ച് ആൻഡ് മച്ച് ടു? ടു മച്ച് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ ആൻഡ് മച്ച് ടു ഈസ് യൂസ്ഡ് ബിഫോർ ആൻ അഡ്ജക്റ്റീവ്.
എന്ന് വാട്ട് ഈസ് എ യൂസ് ഓഫ് ദ പ്ലസ് അഡ്ജക്റ്റീവ്. ദ പ്ലസ് അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ. എന്താണ് അഡ്ജക്റ്റീവ്? നൗണിനെ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ ദ എന്ന ആർട്ടിക്കിൾ ചേർത്താൽ അതൊരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഹോൾ ഗ്രൂപ്പ് അല്ലേ. അതായത് അതൊരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. പിന്നെ പറഞ്ഞത് ആൻറ്റിസിഡൻറ്റ് റൂളാണ്. അതായത് റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുന്നേ വരുന്ന നൗൺ ഓർ പ്രോനൗണിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. ചില സാഹചര്യത്തിൽ ആൻറ്റിസിഡൻറ്റ് വരില്ല. അങ്ങനെയുള്ള എക്സാമ്പിളാണ് ഇതാണ്ട് ഈ റാം മെറ്റ്. ഇവിടെ ആൻറ്റിസിഡൻറ്റ് ഇല്ല. ആൻറ്റിസിഡൻറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഒന്നിൽ ഹൂവിന് പകരം ഹൂ എവർന്ന് യൂസ് ചെയ്യുക, ഹുമ്മിന് പകരം നമ്മൾ ഹും എവർന്ന് യൂസ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത് അല്ലേ. ബിസൈഡും ബിസൈഡ്സും തമ്മിൽ ആ വേർഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് വേർഡ് നോക്കുമ്പോൾ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. പക്ഷേ ഇവർ തമ്മിലുള്ള മീനിങ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന രണ്ട് വേർഡ്സുകളാണ് ബിസൈഡും ബിസൈഡ്സും. ഒരാൾക്ക് എസ് ഉണ്ട്, ഒരാൾക്ക് എസ് ഇല്ല എന്നുള്ളതുള്ളൂ. കാണുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. ഒരാൾക്ക് എസ് ഉണ്ട്, ഒരാൾക്ക് എസ് ഇല്ല. എന്താണ് ഇത്ര വലിയ ഡിഫറൻസ് എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ എന്താണ് ബിസൈഡ് എന്നാൽ തൊട്ടടുത്ത് എന്നാണ്. അറ്റ് ദ സൈഡ് ഓഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു എന്നാണ്. What is the difference between beside and besides? Beside is a preposition which means at the side of or next to എന്നാണ്. At the side of or next to. Besides is a linking adverb which means in addition to അല്ലെങ്കിൽ ഓൾസോ എന്നാണ്. ഇൻ അഡീഷൻ ടു എന്നാണ്. അപ്പോൾ ബിസൈഡ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് എന്നാണ്. ബിസൈഡ്സ് എന്നാൽ ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ കൂടാതെ എന്നാണ്. കൂടാതെ. അപ്പോൾ എന്താണ് ബിസൈഡ്സ് എന്നാൽ തൊട്ടടുത്ത് എന്നാണ്. ഇൻ അഡീഷൻ ടു എന്നാണ്. ഓക്കെ. ബിസൈഡ്സ് എന്നാൽ എന്താണ്? ഇൻ അഡീഷൻ ടു എന്നാണ്. ബിസൈഡ് എന്നാൽ തൊട്ടടുത്തെന്നാണ്. തിരിഞ്ഞു പോകരുത്. ബിസൈഡ് എന്നാൽ ബിസൈഡ്, കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വന്ന് എൻ്റെ തൊട്ടടുത്തിരിക്കും എന്നൊക്കെയാണ്. അപ്പം അറ്റ് ദ സൈഡ് ഓഫ് എന്നാണ് അല്ലേ. തിരിഞ്ഞു പോകരുത്. ബിസൈഡ് എന്നാൽ അറ്റ് ദ സൈഡ് ഓഫ്. ബിസൈഡ്സ് എന്നാൽ കൂടാതെ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു എന്നാണ് ബിസൈഡ്സ്. നോക്കിക്കേ എക്സാമ്പിൾ നോക്കിക്കേ. കം ആൻഡ് ഹിയർ സിറ്റ് ഹിയർ ബിസൈഡ് മീ. കം ആൻഡ് സിറ്റ് ഹിയർ ബിസൈഡ് മീ എന്നാണ്. അപ്പോൾ കം ആൻഡ് സിറ്റ് ഹിയർ ബിസൈഡ് മീ. കം ആൻഡ് സിറ്റ് ഹിയർ ബിസൈഡ് മീ. എൻ്റെ അടുത്ത് വന്നിരിക്കൂ, ഇവിടെ അടുത്ത് വന്നിരിക്കൂ എന്നാണ്. ഡു യു പ്ലേ എനി അതർ സ്പോർട്സ് ബിസൈഡ്സ് ബാസ്കറ്റ് ബോൾ. ബാസ്കറ്റ് ബോൾ കൂടാതെ നീ മറ്റേതെങ്കിലും സ്പോർട്സ് കളിക്കുമോ എന്നാണ്. ബാസ്കറ്റ് ബോൾ കൂടാതെ എന്ന് പറയുമ്പോൾ ബിസൈഡ്സ്. അപ്പോൾ എന്താണ് ഡിഫറൻസ്? എന്താണ്? ഒരാളുടെ മീനിങ് തൊട്ടടുത്ത് എന്നാണ്, ഒരാളുടെ മീനിങ് കൂടാതെ എന്നാണ്. ആരാണ് കൂടാതെ എന്ന് മീനിങ് വരുന്നത്? ഇൻ അഡീഷൻ ടു എന്ന മീനിങ് വരുന്നത് ബിസൈഡ്സിനാണ്. ഇൻ അഡീഷൻ ടു എന്നുള്ള മീനിങ്. തൊട്ടടുത്ത് എന്ന മീനിങ് വരുന്നത് ബിസൈഡിനാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ബിസൈഡ്സ് ബീയിങ് എ ഡോക്ടർ ഹീ ഈസ് ഓൾസോ ആൻ ആക്ടർ. അയാൾ എന്ത് കൂടാതെയാണ്? ഡോക്ടർ കൂടാതെ അയാൾ എന്ത് കൂടിയാണ്? അദ്ദേഹം ഒരു ആക്ടർ കൂടിയാണ്. അവനൊരു ആക്ടർ കൂടിയാണ്. ഡോക്ടറാണ് ഓൾറെഡി, അവൻ എന്തും കൂടിയാണ്? ഒരു ആക്ടർ കൂടിയാണ്. ഓക്കെ. ആക്ടർ കൂടിയാണ്. കൂടാതെ എന്ത് കൂടാതെ? ഡോക്ടർ കൂടാതെ ഒരു ആക്ടർ കൂടിയാണ്. ഡോക്ടർ കൂടാതെ ബിസൈഡ് അല്ലെങ്കിൽ ബിസൈഡ്സ്. ഡിഫറൻസ് നോക്കിക്കേ. ബിസൈഡ് ബിസൈഡ്സ് ബിസൈഡ് ബിസൈഡ്സ് ഡിഫറൻസ് നോക്കിയേ. ബിസൈഡ് ബിസൈഡ്സ് ഡിഫറൻസ് നോക്കിക്കേ. ബിസൈഡ് എന്നാൽ അറ്റ് ദ സൈഡ് ഓഫ് എന്നാണ്. ബിസൈഡ്സ് എന്നാൽ ഇൻ അഡീഷൻ ടു എന്നാണ്. കൂടാതെ എന്നാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണോ? അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിസൈഡ്? എന്താണ് ബിസൈഡിൻ്റെ മീനിങ്? എന്താണ്? ബിസൈഡ് എന്നാൽ അറ്റ് ദ സൈഡ് ഓഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു എന്നാണ്. ബിസൈഡ്സ് എന്നാൽ ഇൻ അഡീഷൻ ടു എന്നാണ്. ഓക്കെ. Then position of adverbs. We place an adverb generally at 4 different positions in a sentence. ഒരു സെൻറ്റൻസിൽ നമുക്ക് ആഡ്വേർബ്സിനെ നാലെടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്. നമുക്കൊരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ആഡ്വർബിനെ ഉപയോഗിക്കാൻ പറ്റും. എവിടെ ഉപയോഗിക്കാൻ പറ്റും? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ് ഓഫ് ദ സെൻറ്റൻസ്. at the end of the sentence. Starting of the sentence, at the end of the sentence, between the subject and the main verb, between the helping verb and its main verb. നാലെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. എവിടെയൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആഡ്വർബുകളെ യൂസ് ചെയ്യാൻ പറ്റുന്ന 4 സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ദ മെയിൻ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 പ്ലേസിലാണ് നമുക്ക് മെയിൻ വെർബിനെ ആഡ്വർബിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആഡ്വർബിനെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും?
അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദ സെൻറ്റൻസ് പറ്റും, ദാറ്റ് മീൻസ് ബിഗിനിങ്ങിൽ പറ്റും, അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് പറ്റും, ആ സെൻറ്റൻസിൻ്റെ അവസാനം പറ്റും, ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്, സബ്ജക്റ്റിൻ്റെയും മെയിൻ വെർബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പറ്റും, ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ദ മെയിൻ വെർബ്, ഹെൽപ്പിംഗ് വെർബിൻ്റെയും മെയിൻ വെർബിൻ്റെയും ഇടയിലായിട്ടും പറ്റും. അങ്ങനെ 4 എടുത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ആഡ്വർബിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആഡ്വർബ് ക്യാൻ നെവർ ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മെയിൻ വെർബ് ആൻഡ് ദ ഒബ്ജക്റ്റ്. മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആഡ്വർബിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട്. എന്താണ്? മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യാൻ പാടില്ല? ആഡ്വർബിനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അപ്പം 4 എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്, ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് ആൻഡ് ദ മെയിൻ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ യൂസ് ചെയ്തുകൂടാ? ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ബിറ്റ്വീൻ ദ മെയിൻ വെർബ് ആൻഡ് ദ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൂടാ. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം പറഞ്ഞത് ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബിസൈഡ് എന്നാൽ തൊട്ടടുത്ത്, അറ്റ് ദ സൈഡ് ഓഫ് എന്നാണ്. ബിസൈഡ്സ് എന്നാൽ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നാണ്. പൊസിഷൻ ഓഫ് ആഡ്വർബ്സ് 4 എടുത്ത് ഒരു സെൻറ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്, ബിറ്റ്വീൻ ദ മെയിൻ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ദ മെയിൻ വെർബ്. 4 എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ യൂസ് ചെയ്തുകൂടാ? ബിറ്റ്വീൻ ദ മെയിൻ വെർബ് ആൻഡ് ദ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൂടാ. ഇതാണ്ടേ, ഹീ കംസ് ഓഫൺ ടു മൈ ഹൗസ്. ഈ സെൻറ്റൻസിൽ നോക്കി. ഈ സെൻറ്റൻസിൽ ആഡ്വർബ് വന്ന് ഓഫൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഡ്വർബ്. ഓഫൺ എന്ന് പറയുന്ന ആഡ്വർബ് വന്നിരിക്കുന്നത് എവിടെയാണ്? മെയിൻ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിലായിട്ടാണ്, അല്ലേ? ഇത് തെറ്റാണ്. എവിടെ വരേണ്ടത്? ഹീ ഓഫൺ കംസ് ടു മൈ ഹൗസ്. എവിടെ വന്നിരിക്കുന്നു? ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്. സബ്ജക്റ്റിൻ്റെയും മെയിൻ വെർബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നു. അത് ഓക്കെയാണ്. ഹീ ടെൽസ് ഓൾവേസ് ദ ട്രൂത്ത്. അവിടെയും നമുക്ക് എവിടെ വന്നിരിക്കുന്നത്? മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്നു. അതും തെറ്റാണ് അല്ലേ? വന്നുകൂടാ. അപ്പോൾ എങ്ങനെ വരുന്നു? അവിടെ നമ്മൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് സബ്ജക്റ്റിൻ്റെയും മെയിൻ വെർബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് യൂസ് ചെയ്തു. സബ്ജക്റ്റിൻ്റെയും മെയിൻ വെർബിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഓർക്കുക, ഒരു കാരണവശാൽ മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിലായിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആഡ്വർബ് യൂസ് ചെയ്യാൻ പാടില്ല. മെയിൻ വെർബിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയിലായിട്ട് ഒരു കാരണവശാലും ആഡ്വർബിനെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്? ബിസൈഡ് മീൻസ് അറ്റ് ദ സൈഡ് ഓഫ്, അല്ലെ നെക്സ്റ്റ് ടു എന്നാണ്. ബിസൈഡ്സ് മീൻസ് ഇൻ അഡീഷൻ ടു എന്നാണ്, കൂടാതെ എന്നാണ്. പൊസിഷൻ ഓഫ് ആഡ്വർബ്സ് 4 എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, ദെൻ ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്, ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ദ മെയിൻ വെർബ്. ഒരു കാരണം വെച്ചാൽ മെയിൻ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിലായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എക്സാമ്പിളാണ്. പോയിന്റ് അല്ല, എക്സാമ്പിൾസ് ആണ്. സഡൻലി ദ ഫോൺ റാങ്. അതാണ്ട് ഫോൺ റാങ് സഡൻലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ് വന്ന്. ഹി വാസ് പ്രോപ്പർലി അല്ല പ്രോബബിളി. ഹി വാസ് പ്രോബബിളി ലേറ്റ്. പ്രോബബിളി ആഫ്റ്റർ ദ ഹെൽപ്പിംഗ് വെർബ് വന്ന്. ആഫ്റ്റർ ദ ഹെൽപ്പിംഗ് വെർബ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. സ്റ്റാർട്ടിങ് ഓഫ് ദ സെൻറ്റൻസും ആഫ്റ്റർ ദ ഹെൽപ്പിംഗ് വെർബും വന്ന്. There are few exceptions to this rule. Adverbs like to, even, only can be placed anywhere in a sentence. അതായത് ആഡ്വേർബ്സ് ആയിട്ടുള്ള ടു, TOO2ഉം ഈവനും ഒള്ളിയും. ടു, ഈവൻ, ഒള്ളി ഇവരെ നമുക്കൊരു സെൻറ്റൻസിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് പൊസിഷൻ നോക്കാതെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആഡ്വേർബുകളാണ് ടു, ഈവൻ ആൻഡ് ഒള്ളി. എനിവെയർ വി ക്യാൻ പ്ലേസ് എനിവെയർ ഇൻ എ സെൻറ്റൻസ്. ഏതൊക്കെയാണ്? ടു, ഈവൻ ആൻഡ് ഒള്ളി. എവിടെ വേണമെങ്കിലും ഒരു സെൻറ്റൻസിന് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ടു, ഈവൻ ആൻഡ് ഒള്ളി. ഓക്കെ ആണല്ലോ. അപ്പം ആഡ്വർബുകൾ എവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്, ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ മെയിൻ വെർബ്, ബിറ്റ്വീൻ ദ ഹെൽപ്പിംഗ് വെർബ് ആൻഡ് ദ മെയിൻ വെർബ്. എവിടെ യൂസ് ചെയ്തുകൂടാ? ബിറ്റ്വീൻ ദ മെയിൻ വെർബ് ആൻഡ് ദ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൂടാ. ഓക്കെ, ബിസൈഡ്സ് നമ്മുടെ ഡിഫറൻസ് എന്താണ്? ബിസൈഡ് എന്നാൽ തൊട്ടടുത്ത് എന്നാണ്, അറ്റ് ദ സൈഡ് ഓഫ് എന്നാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടു എന്നാണ്. ബിസൈഡ്സ് എന്നാൽ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്നാണ് അർത്ഥം. ഓർഡർ ഓഫ് മൾട്ടിപ്പിൾ ആഡ്വേർബ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ഒന്നിൽ കൂടുതൽ ആഡ്വേർബ്സ് ഒക്കെ വരാറുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ ആഡ്വേർബ്സ് വരുന്ന സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ ഓർഡറിലെ ആഡ്വേർബുകളെ നമ്മൾ പ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MPT എന്നുള്ള ഓർഡറിൽ പഠിച്ചു വെക്കുക. എന്താണ് MPT ഓർഡർ? ഏത് ഓർഡറാണ്? MPT, ആഡ്വർബ് ഓഫ് മാനർ. ആദ്യം ആഡ്വർബ് ഓഫ് മാനറിനെ പ്ലേസ് ചെയ്യുക. ആഡ്വർബ് ഓഫ് മാനർ
ആഡർ ഓഫ് മാനർ എന്ന് വെച്ചാൽ ഹൗ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവായിട്ട് വരുന്നത് ഹൗ, എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവായിട്ട് വരുന്നത് ആഡർ ഓഫ് പ്ലേസ്, വെയർ എന്ന് ചോദിക്കുമ്പോൾ, വെൻ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവായിട്ട് വരുന്ന ആഡർ ഓഫ് ടൈം. അപ്പം ആഡർ ഓഫ് മാനർ, ആഡർ ഓഫ് പ്ലേസ്, ആഡർ ഓഫ് ടൈം MPT എന്ന് പറഞ്ഞ ഓർഡറിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ആഡർ ഓഫ് മാനർ ഉണ്ടെങ്കിൽ ആഡർ ഓഫ് മാനറിനെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആഡർ ഓഫ് പ്ലേസ് ഉണ്ടെങ്കിൽ രണ്ടാമത് ആഡർ ഓഫ് പ്ലേസിനെ പ്ലേസ് ചെയ്യുക. മൂന്നാമത് ആഡർ ഓഫ് ടൈം ഉണ്ടെങ്കിൽ ആഡർ ഓഫ് ടൈമിനെ മൂന്നാമത് പ്ലേസ് ചെയ്യുക. മനസ്സിലായി? അങ്ങനെ വേണം. MPT എന്നുള്ള ഓർഡറിൽ വേണം യൂസ് ചെയ്യാൻ. MPT എങ്ങനെയാണ്? MPT. M മീൻസ് മാനർ, P മീൻസ് പ്ലേസ്, T മീൻസ് ടൈം. MPT എന്നുള്ള ഓർഡറിൽ വേണം നമ്മൾ ആഡോർബുകളെ യൂസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? MPT. ഇപ്പം ടൈം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡോർബ് ടൈം ഇല്ലെങ്കിൽ MP എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക. മാനർ ഇല്ല എന്നുണ്ടെങ്കിൽ PT എന്നുള്ള യൂസ് ചെയ്യുക. P ഇല്ലെന്നുണ്ടെങ്കിൽ MT എന്നുള്ള ഓർഡറിൽ യൂസ് ചെയ്യുക. ഇല്ലാത്ത ആളുകളെ നിർത്തിയിട്ട് ഉള്ള ഓർഡറിൽ തന്നെ നമ്മൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഓർഡർ ഓഫ് ആഡ്വേർബ്സ്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുക? whenever we place multiple adverbs in a sentence, in that case we follow a particular order. ആ ഓർഡറാണ് ആഡർ ഓഫ് മാനർ, ആഡർ ഓഫ് പ്ലേസ്, ആഡർ ഓഫ് ടൈം, MPT. ഓക്കെ, I walked slowly yesterday. I walked slowly, ആഡർ ഓഫ് മാനർ. yesterday ഇന്നലെ, എപ്പോൾ, ടൈം ഇന്നലെ, ടൈം MT എന്ന്. I have to run quickly, how, manner. down the street, place. each morning after breakfast, time. കണ്ടോ? സെക്കൻഡ് എക്സാമ്പിളിനകത്ത് 3 പേര് വന്നിട്ടുണ്ട്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ. I have to run quickly. എങ്ങനെയാണ്? ക്വിക്ക്ലി, വേഗത്തിൽ. ഡൗൺ ദ സ്ട്രീറ്റ്, എവിടെ? ഡൗൺ ദ സ്ട്രീറ്റ്, പ്ലേസ്. എപ്പോഴാണ്? ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ടൈം. MPT. ഇംപേഷ്യൻലി, മാനർ. ഇംപേഷ്യൻലി എന്ന് വെച്ചാൽ ക്ഷമ കിട്ടുക, അക്ഷമനായി. I waited by the bank. എവിടെയാണ് വെയിറ്റ് ചെയ്തത്? നിയർ ദ ബാങ്ക് അല്ലേ? നിയർ ദ ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ അടുത്തായിട്ട്. പ്ലേസ്. എപ്പോഴാണ്? ടൈം. യെസ്റ്റർഡേ, ഇന്നലെ. ഫോർ മൈ ഫാദർ ടു അറൈവ്. അപ്പം 3 ആഡ്വേർബ് ഉണ്ട്. ഇംപേഷ്യൻലി ഉണ്ട്, ബൈ ദ ബാങ്ക് ഉണ്ട്, യെസ്റ്റർഡേ ഉണ്ട്. 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ ഓർഡറിലാണ് നമ്മൾ ആഡ്വേർബ്സിനെ യൂസ് ചെയ്യേണ്ടത്? MPT എന്നുള്ള ഓർഡറിൽ വേണം. ആഡ്വേർബ് ഓഫ് പ്ലേസ്, ആഡ്വേർബ് ഓഫ് മാനർ, ആഡ്വേർബ് ഓഫ് മാനർ, ആഡ്വേർബ് ഓഫ് പ്ലേസ്, ആഡ്വേർബ് ഓഫ് ടൈം. MPT. ആഡ്വേർബ് ഓഫ് മാനർ ഉണ്ടെങ്കിൽ ആഡ്വേർബ് ഓഫ് മാനറിനെ ആദ്യം യൂസ് ചെയ്യുക. ആഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ടെങ്കിൽ ആഡ്വേർബ് ഓഫ് പ്ലേസിനെ രണ്ടാമത് യൂസ് ചെയ്യുക. ആഡ്വേർബ് ഓഫ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ്വേർബ് ഓഫ് ടൈമിനെ മൂന്നാമത് യൂസ് ചെയ്യുക. ഓക്കെ, അത് ഇത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു കുറച്ച് ഉള്ളായിരുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്. അപ്പോൾ എന്താണ് ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസൈഡ് എന്നാൽ തൊട്ടടുത്ത് എന്നാണ്, ബിസൈഡ്സ് എന്നാൽ കൂടാതെ എന്നാണ് അർത്ഥം. ബിസൈഡ് മീൻസ് അറ്റ് ദ സൈഡ് ഓഫ്, ബിസൈഡ്സ് മീൻസ് ഇൻ അഡീഷൻ ടു എന്നാണ്. ഓക്കെ, പിന്നെ പൊസിഷൻ ഓഫ് ആഡ്വേർബ്സ് എങ്ങനെയാണ്, എവിടൊക്കെയാണ് ആഡ്വേർബ്സിൻ്റെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് രണ്ടാമത്തത്. Okay, starting of the sentence, at the end of the sentence, between the subject and the main verb, between the helping verb and the main verb. ഒരു കാരണവശാലും മെയിൻ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിലായിട്ടും ആഡ്വർബിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ ആണല്ലോ? പിന്നെ ഓർഡർ ഓഫ് മൾട്ടിപ്പിൾ ആഡ്വേർബ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ മൾട്ടിപ്പിൾ ആഡ്വേർബ്സ്, ഒന്നിൽ കൂടുതൽ ആഡ്വേർബ്സ് വന്നാൽ ഏത് ഓർഡറിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുമെന്ന് അന്നേരം ഓർത്തിരിക്കേണ്ടതാണ് MPT ഓർഡർ. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ടൈം. MPT ഓർഡർ, ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ടൈം. MPT എന്നുള്ള ഓർഡറിൽ വേണം നമ്മളതിനെ പ്ലേസ് ചെയ്യാൻ. ഇത്ര ഓക്കെ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കി. Position of adverbs. Order of multiple adverbs. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MPT ഓർഡർ. MPT ഓർഡർ ഓർത്തിരുന്നാൽ മതി. MPD അല്ല, MPT. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു 3 റൂൾസ് മാത്രമാണ്.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.